ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബൈജു, എൻ്റെ സ്ഥലം കൂടൽ. ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. അതിൻ്റെ പേര് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ് എന്നാണ്. ഈ നിൽക്കുന്നത് എൻ്റെ മകനാണ്, പേര് ഗോഡ്സ് ഓൺ. ഇത് എൻ്റെ മകൾ, പേര് ഗോഡ്ലി. ഇത് എൻ്റെ വൈഫാണ്, പേര് സുമി. ഫ്ലൈറ്റിൻ്റെ പേര് തന്നെ എയർ പ്രാങ്ക് എന്നാണ്. ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നല്ല വെടിക്കെട്ട് മാജിക്കുകളും അതുപോലെ കുക്കിങ്ങും ട്രാവലിങ്ങും മോഡലുകൾ ഉണ്ടാക്കുന്നതും എന്ന് വേണ്ട സകലത്തിലേക്കും ഞങ്ങൾ കൈകടത്തുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ്. നമുക്ക് പോകാം വർക്ക്ഷോപ്പിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഇത് വെൽഡിങ്ങും കട്ടിങ്ങും ഫാബ്രിക്കേഷനും ഗ്രൈൻഡിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ ഒരു കാരണവശാലും നമ്മൾ അടുത്ത് നിർത്തുകയോ അവരെ വെച്ച് നമ്മൾ ജോലി ചെയ്യിക്കുകയോ ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. ഞാൻ ചെയ്ത ഓരോ വർക്കുകളും അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ജസ്റ്റ് അവരെ കൊണ്ടുവന്ന് ജസ്റ്റ് ഞങ്ങളവിടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ എടുത്തത് കുന്നിക്കോട്ട് പനക്കിൽ നിന്നും കലഞ്ഞൂര് അനന്തപുരിയിൽ നിന്നുമാണ്. ഇതിന് ആവശ്യമായ റിങ് വളച്ചു കൊണ്ടുവന്നത് ചുരുളിക്കോട് കുട്ടപ്പൻചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നുമാണ്. ഇത് 8 റിങ്ങാണ് നമ്മൾ വളച്ചു കൊണ്ട് വന്നിരിക്കുന്നത്. ഈ 8 റിങ്ങും ആ ബെഡിൽ നമ്മൾ നിരത്തുകയാണ്. ഇത് പണിയാൻ വേണ്ടി നമുക്ക് ഒരു ബെഡ് ആവശ്യമായിരുന്നു. അതിന് 3x1.5 സ്ക്വയർ ട്യൂബ് വെച്ച് നമ്മളത് ബെഡ് ആദ്യമേ ഉണ്ടാക്കി. അതിനുശേഷമാണ് അതിൻ്റെ മുകളിൽ ഈ പറയുന്ന റിങ്ങുകൾ നിരനിരയായിട്ട് അടുക്കി വെക്കുന്നത്. അതിനുശേഷം ഒരു 6 ട്യൂബ് ആണ് ഈ ബോഡിയെ പിടിച്ചു നിർത്തുന്നത്. അതിനു വേണ്ടിയുള്ള സ്ക്വയർ ട്യൂബാണ് ഇതിനകത്തോട്ട് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. 20 അടി നീളമുള്ള സ്ക്വയർ ട്യൂബാണ് ഓരോന്നും. ആ ഓരോന്നും ഇതിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ട് ഓരോ ട്യൂബൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു ട്യൂബ് എടുത്ത് അതിൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൃത്യമായ അളവൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതല്ല എങ്കിൽ 8x4 ഷീറ്റ് അടിക്കുമ്പോൾ എല്ലാം വളഞ്ഞും ഇരിക്കും. അതുകൊണ്ട് അത് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അളവെടുക്കാൻ വേണ്ടി ഒരു ബെഞ്ച് എടുത്ത് 2 പേരും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണമെന്ന് വൈഫിനോട് പറഞ്ഞപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ തന്നെ എടുത്താൽ മതി എന്ന് പറയുന്നു. എന്നാലും ഞാൻ പറഞ്ഞതിന് അംഗീകരിച്ചുകൊണ്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് അളവെടുത്ത് വരുമ്പോൾ നമുക്കത് ടാക്കി അടിച്ചാൽ മതിയല്ലോ, അതിനു വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. അങ്ങനെ കൃത്യമായ രീതിയിൽ അതിൻ്റെ അളവെടുത്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓരോ റിങ്ങുകളും ടാക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുന്നത് വെണ്ണിക്കുളം ബദനി അക്കാഡമിയിൽ പഠിക്കുന്ന സമയത്താണ്. അവിടെ വെച്ച് ഞാൻ ഉണ്ടാക്കിയത് മലമ്പുഴ ഡാമും അതിൻ്റെ പരിസരങ്ങളും റോപ്പ് വേയും യക്ഷിയും അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കി. അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒറ്റ പ്രോഗ്രാമിന് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 സർട്ടിഫിക്കറ്റ് കിട്ടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോഴാണ് ഇതേപോലെ നല്ല വലിയ ഒരു മോഡൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം വളഞ്ഞ് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഷേപ്പ് ആയതുകൊണ്ട് അത് വളരെ പ്രയാസകരമായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അത് ഒരുപാട് നേരം അത് സമയമെടുത്താണ് ഉണ്ടാക്കിയത്. അത് ബോർഡിൽ പടം വരച്ച് അതിൻ്റെ മുകളിൽ ട്യൂബ് കട്ട് ചെയ്ത് വളച്ച് വെച്ച് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മകനാണ് സൈഡിൽ നിന്ന് എനിക്കത് പിടിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കിയത്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടൊരു സ്റ്റീലിൻ്റെ ബോള്, അതിനുശേഷം അതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി മണൽ വാരുന്ന ഒരു ചട്ടി, അതിനുശേഷം സിമെൻറ്റും മണലും ഒക്കെ കുഴയ്ക്കുന്ന ഒരു സിമെൻറ്റ് ചട്ടി, അതൊക്കെ വെച്ചാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് വന്ന് എനിക്ക് ആ സൈഡിൽ വെക്കേണ്ട പീസൊക്കെ ഒന്ന് പിടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അത് വെച്ച് ടാക്കി അടിച്ച് അത് സെറ്റ് ചെയ്തു. ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ 1 ദിവസത്തോളം സമയമെടുത്തു. അപ്പോഴാണ് ആ ഫ്രണ്ട് ഭാഗം നമുക്ക് ഉണ്ടാക്കി കഴിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കുഞ്ഞ് ഗോഡ്ലി വെള്ളം കൊണ്ട് തന്നു. ഞാനത് കുടിച്ചിട്ട് ഒരു നന്ദിയൊക്കെ പറഞ്ഞ് വീണ്ടും പണി തുടങ്ങി.
ഇതിന് നീളം കൂടുതലായതുകൊണ്ട് ഈ വർക്ക്ഷോപ്പിൽ കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് ഞങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 പീസാക്കി മാറ്റി. അതിൻ്റെ ഒരു ഭാഗമാണ് ഇരിക്കുന്നത് ഫ്രണ്ട് ഭാഗം, മറ്റേത് ബാക്ക് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഞങ്ങൾ കോഴിക്കോടിനും പട്ടിക്കൂടിനും അടിക്കുന്ന നെറ്റ് വളച്ച് വെച്ച് അടിച്ച് അതിൻ്റെ ഷേപ്പ് പൂർണ്ണമാക്കി. ബാക്ക് ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് വെളിയിലേക്ക് എടുക്കുകയാണ്. കാരണം ഫ്രണ്ട് ഭാഗം ആ ബെഡേൽ വെച്ച് ടാക്കി അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഷീറ്റ് അടിക്കാൻ വേണ്ടി. ബാക്ക് അങ്ങനെ പുറത്ത് ഇറക്കി. ഇപ്പം ഇരിക്കുന്നത് ഫ്രണ്ട് ഭാഗമാണ് ബെഡിൽ ഇരിക്കുന്നത്. ഇനി ഇതിന് ഷീറ്റ് അടിച്ച് ഇതിനെ സെറ്റ് ചെയ്യണം. 16 ഷീറ്റാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ആ ഷീറ്റ് ഇപ്പം പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയധികം കട്ട സപ്പോർട്ട് എനിക്ക് ഇതിനകത്ത് സുമി ചെയ്തു. കാരണം യൂട്യൂബ് ചാനൽ ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുതലേ എനിക്ക് വളരെ സപ്പോർട്ടാണ്. അങ്ങനെ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ചാനലിൽ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുക്കിങ്ങും അതേപോലെ ട്രാവലിങ്ങും മോഡലുകളും കിഡിലൻ മാജിക്കുകളുമൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുഴച്ച് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഷേപ്പ് വരുത്തുകയാണ്. അങ്ങനെ ആ ഫ്രണ്ട് ഭാഗത്തെ ഷേപ്പ് പൂർണ്ണമായി വരുത്തി കഴിഞ്ഞു. ഇനിയും പേപ്പർ പിടിച്ച് അത് ഒന്ന് മിനുസപ്പെടുത്തണം. അതുപോലെ ബാക്ക് ഭാഗവും അതേപോലെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ കാണുന്നത് ഫ്ലൈറ്റിൻ്റെ ചിറകാണ്. ഇത് 2 ചിറകാണ്, ഇടതും വലതുമായിട്ടുള്ള 2 ചിറകുകളാണ് ഈ കാണുന്നത്. ഇത് ഫ്ലൈറ്റിൻ്റെ ബാക്ക് വശമാണ്. ഇനി ഏതെങ്കിലും ഷീറ്റ് നമുക്ക് പൊതിയാനുണ്ട്. അതിനുശേഷം ഇതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ട് അത് റെഡിയാക്കണം. എൻ്റെ കുഞ്ഞവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. വീടിനോട് ചേർന്നാണ് വർക്ക്ഷോപ്പ്. അതുകൊണ്ട് നമുക്ക് രാത്രിയിലും ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പേപ്പർ പിടിച്ച് പുട്ടിയിട്ട ഭാഗങ്ങളിൽ പേപ്പർ പിടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിനെയും പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തൊന്ന് ഇറക്കണം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഇനി ചെയ്യുന്നത്. ഇപ്പം വിൻഡോയാണ് വരച്ചു വച്ചിരിക്കുന്നത്. ഇനി വിൻഡോയെ കളറടിച്ചതിന് ശേഷം ആ മാസ്കിൻ്റെ ഇപ്പോൾ ഇളക്കി കളയുമ്പം വിൻഡോയുടെ കളറൊക്കെ നല്ല ലെവലായിട്ടും ക്ലിയറായിട്ടും ഇരിക്കും. അതിനു വേണ്ടിയാണ് മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് ഇളക്കി കഴിയുമ്പം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. 7 വിൻഡോയാണ് നമ്മൾ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പുറകിൽ 3 ടെയിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 7 ജനലും വരച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്ക് വശത്ത് നമുക്ക് ചുമന്ന കളറും ഫ്രണ്ട് വശത്തും ചുമന്ന കളർ അടിക്കണം. ഇപ്പം ബാക്ക് വശത്ത് നമ്മൾ ചുമന്ന കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാസ്കിൻ്റെ വലിച്ച് കളയുമ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഫ്രണ്ടിലും ബാക്കിലും പെയിൻ്റ് അടിച്ച് കഴിയാറായി. ഈ ഫ്ലൈറ്റിൻ്റെ 95% ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയും ഏതാനും ചില മിനുക്കിപ്പണികൾ മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രാങ്ക് ഫ്ലൈറ്റാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിക്കർ ഞങ്ങൾ ഇളക്കി. അപ്പോൾ ഇളക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ആ പെയിൻറ്റ് അവിടെ വന്നു. ഇനിയും പുറകിലൊരു എയർ പ്രാങ്ക് എന്ന ഒരു ടെയിൽ വെക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ടെയിലിൻ്റെ വർക്കാണ്, അതേപോലെ ചിറകിൻ്റെയും വർക്കാണ്. അവിടെ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മളത് പെയിൻ്റ് അടിക്കുന്നു. അതിനുശേഷം ആ സ്റ്റിക്കർ നമ്മൾ അവിടെ നിന്ന് ഇളക്കി കളയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിടക്കും. ഇനി അവിടെ വെള്ള പെയിൻ്റ് അടിക്കാനുണ്ട് നമുക്ക്. അങ്ങനെ വെള്ള പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 98% വർക്കും പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഏതാനും ചില വർക്കുകൾ മാത്രമേ നമുക്കവിടെ ചെയ്യാനുള്ളൂ. അങ്ങനെ ആ ഇടതുവശത്തും വലതുവശത്തുമുള്ള ആ ചിറകും നമ്മൾ പൂർണ്ണമായിട്ടും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇത് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണം. ആ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന്. എൻ്റെ കുഞ്ഞ് ഫ്ലൈറ്റിൻ്റെ മുകളിലിരിക്കുന്നത് രാത്രി 4 മണിയായപ്പോൾ ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി. കൂടലിൻ്റെ ഹൃദയഭാഗമായ അല്ലെങ്കിൽ സ്റ്റേറ്റ് ജംഗ്ഷൻ്റെ ഹൃദയഭാഗമായ ഒരു പ്ലേസ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അവിടെ ഇത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളൊക്കെ തോന്നുന്നു വന്നിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് ഭാഗം. ആദ്യം പോയത് ഫ്ലൈറ്റിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇത് കൊണ്ടുപോയി സ്റ്റേറ്റ് ജംഗ്ഷൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ആ സ്ഥലവും ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കാണുന്നതും നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ വരുന്നു. ഗുഡ് ബൈ. ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്സ്.